سبيل سعادتي وأفكاري تجري الحروف ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 3ാമത്തെ ദിവസം. വ്ളോഗ് ഇടുന്ന ഇത്തിരി വൈകിട്ടൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ നോമ്പ് നമ്മുടെ വീട്ടിലല്ല, തറവാട്ടിലാണ്. അതായത് ഇന്നത്തെ നോമ്പറ ഉമ്മാന്റെ വീട്ടിലാണ് നടത്തം. അപ്പൊ ചെന്നപ്പോ തന്നെ ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അങ്ങനെ സോഫയിലിരുന്ന് ഭയങ്കര കഥ പറച്ചിലായിരുന്നു. പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതേപോലെ കഥ പറഞ്ഞിരിക്കലായിരുന്നു. ഇപ്പൊ പിന്നെ വലിയതായതുകൊണ്ട് കുറച്ചൊക്കെ പണിയെടുക്കാനൊക്കെ എല്ലാരും പറയാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോഴും ചെറിയ കുട്ടികളല്ല, കുറച്ചൊക്കെ വലിയ മനുഷ്യന്മാരായിക്കണം എന്നുള്ളൊരു തോന്നൽ വരിക. ചെന്നപ്പോ തന്നെ ഇതാ ഓരോരുത്തര് മന്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അടുപ്പത്ത് സമൂസ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തറവാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. പുറത്തൊരു അടുപ്പും ചെറിയൊരു അടുക്കള ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടായിരിക്കും പണിയാളെടുക്കുക. അപ്പൊ പിന്നെ സമയം പോണതും പണിയാള് തീരണമൊന്നും അറിയേയില്ല. സമൂസ ഉണ്ടാക്കണതോ നമ്മുടെ പൂമോളാണ്. ഇവിടെ എല്ലാരും പ്രോമാക്സ് കുക്കൊക്കെ അയക്കണം. വേറൊരു 2 നോമ്പായിട്ട് ബബ്ലി മൂസ് പറിക്കാൻ വേണ്ടി പോയിക്കണേ. ഇതുപോലത്തെ സൈക്കോകൾ ഇവിടെ മാത്രമേ കാണാനൊക്കെ പറ്റുള്ളൂ. എന്നാ പറിക്കാൻ പോയിട്ട് വല്ലതും കിട്ടിയോ? അതും ഇല്ല. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി പോയിട്ട് പൊരിക്കടികളൊക്കെ പൊരിച്ചെടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ പൊരിച്ച കടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് അന്നും ഇന്നും എന്നും ആ ഒരു മേഖലയിൽ കൈ കടത്താനായിട്ട് ആരും അനുവദിച്ചിട്ടില്ല. നോമ്പുതരക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം പ്രക്രിയയാണ് അകത്തളത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പാത്രങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി പുറത്തിറങ്ങുക എന്നുള്ളത്. അതന്നെ, പുതിയ പാത്രങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് കൊണ്ടുവന്ന കടികളും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ അതിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കിയിരുന്നു. ബാങ്ക് എടുത്ത് എല്ലാവരും ഇരിക്കണേന് മുന്നേ എല്ലാം തീർത്തിട്ട് അതിൽ വെക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇവരുടെ ആദ്യം പിടിച്ചിട്ട് ഓരോന്ന് സെറ്റ് ആക്കുമ്പോൾ ഞാൻ പറയും അവിടെ വെച്ച് ശരിയായില്ല, ഡിസൈൻ അത്ര പോരാ. എല്ലാവരുടെയും 2 കൈക്ക് പണിയുള്ളത് കൊണ്ട് ഇന്നെ തല്ലാനായിട്ട് കൈ പൊങ്ങിയില്ല, ഇല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് കിട്ടേണ്ടത് തന്നെയായിരുന്നു. ഫ്രൂട്ട്സ് റെഡിയാക്കി, പൊരിക്കടികൾ സെറ്റാക്കി, പിന്നെ ഈത്തപ്പഴം എടുത്തു വെച്ചു, ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മാരാണെങ്കിലും അപ്പുറത്ത് സോസും മയോണീസും മന്തിക്ക് വേണ്ടിയിട്ടുള്ള ടച്ചപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കണ ഭയങ്കരമായ തിരക്കിലാണ്. നമ്മളെ കുടുംബക്കാരും പിന്നെ അയൽവാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാരും. അങ്ങനെ ഒരു കുഞ്ഞു നോമ്പുറയാണ്. ഇവിടെ 2 ആളുടെ കുറവേ ഉള്ളൂ. ഒന്ന് ഇന്റെ ഉപ്പാന്റെയും പിന്നെ ഒന്ന് മാമന്റെയും. മാമൻ ഗൾഫിലാണ്, ഇപ്പച്ചി ജോലി സ്ഥലത്താണ്. 2 ആൾക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഓലൊക്കെ വിളിക്കുമ്പോ പ്രത്യേകം ഞാൻ പറഞ്ഞിരിക്കണേ, ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, ഇങ്ങക്കുള്ള ഓനും കൂടി ഞാൻ തിന്നുണ്ട്. എല്ലാവർക്കും കൂടി മേശം ഇരുന്ന് തികയൂലല്ലോ, അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വിരിച്ചിട്ട് അവിടെയും കൊണ്ട് നമ്മൾ സെറ്റ് ബാങ്ക് കൊടുത്തു. അങ്ങനത്തെ എല്ലാരും റാഹത്തായിട്ട് നോമ്പ് ഭക്ഷണവും കഴിച്ചു തുടങ്ങി. ഞങ്ങൾ ഈ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന് കുറച്ചെടുത്ത് മാറ്റി വെക്കലുണ്ട്. വേറൊന്നുമല്ല, എല്ലൊന്നും ഒതുങ്ങി കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രം ഇന്ന് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു സമൂസയും കുറച്ച് മയോണീസും. പക്ഷെ ആ കോംബോ ഉണ്ടല്ലോ അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നപ്പോൾ ഞങ്ങളുടെ നെഞ്ച് തകർന്നു. ഞങ്ങളെയും പറ്റിച്ചിട്ട് ഇവിടെ 3 എണ്ണങ്ങൾ ഇരുന്നിട്ട് മന്തി തിന്നു. അതല്ലെങ്കിലും അങ്ങനെയാണ്, എത്ര നൻപനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തിന്നണ കാര്യത്തുമ്പം ഇവരെന്നും നമ്പാൻ പറ്റൂല. എന്നിട്ട് അവസാനം ഒരു ഡയലോഗും, എന്റെ ക്യാമറ കാരണം മോൾക്ക് തിന്നാൻ പറ്റണില്ല അത്ര മനസ്സമാധാനം. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം കൂടി എടുത്ത് വട്ടത്തിലിരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് മാന്തി തിന്നു. പെട്ടെന്നൊരു മനുഷ്യൻ വന്നിട്ട് കണ്ടാ വിചാരിക്കും പെരയിൽ പ്ലേറ്റും ഇല്ല, തിന്നാനായിട്ട് ഫുഡും ഇല്ല. അങ്ങനത്തെ കളിയാണ് കളിച്ചുകൊണ്ട് നീനെ. പിന്നെ ഞങ്ങൾ വേറൊരു തരികടയും കൂടി കാണിച്ചിരുന്നു. കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് 2-3 എണ്ണം പതുക്കെ മാറ്റി വെച്ചിരുന്നു. എന്തിനാന്ന് വെച്ചാൽ എല്ലാം തിന്നയുമ്പം ഒരു ദമ്മിടുക എന്നുള്ള ഫീലിൽ മറ്റേ കത്തുപാട്ടിലൊക്കെ കാണുന്ന പോലെ എല്ലാം കണ്ട് മുറിച്ചിട്ട് നല്ല ഉപ്പും മുളകൊക്കെ കൂടി കലക്കിയ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തിന്നു. ആർക്കെങ്കിലും ഒക്കെ പെരീക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി പോലും വിളിക്കേണ്ടി വരരുത്. ഇത് തിന്നിട്ട് ആ കാളിൽ കാരണം ഇറങ്ങി ഓടണം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. രഹസ്യമായിട്ട് ഉണ്ടാക്കി തിന്നുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, അറിയാതെ ലീക്കായി. പിന്നെ എവിടുന്നൊക്കെ കൈകൾ വന്നു എന്നുള്ളതിൽ യാതൊരു അറിവുണ്ടായിരുന്നില്ല. നോമ്പല്ലേ, ഇമാതിരി പണിക്കൊന്നും ആരും വരൂല എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ആപ്പാപ്പ, കുഞ്ഞാമാര് അങ്ങനെ എല്ലാരും വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ആർക്കും പ്രായം പക്വതൊന്നൊരു വിഷയമല്ല. എല്ലാ പ്രായക്കാർക്കും ഇതൊരു ഹരാന്ന് എനിക്ക് അന്നാ മനസ്സിലായി. അങ്ങനെ റാഹത്തായിട്ട് നോമ്പും കൂടി എല്ലാരെയും കണ്ടു, സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം അത്താഴവും കൂടി കഴിച്ചിട്ടൊരു ഉച്ച സമയപ്പോഴേക്കും നമ്മൾ തിരിച്ചു വീട്ടിൽ പോകുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.